ശ്രീലങ്കയിൽ സംഹാരതാണ്ഡവമാടി ദിത്വ ചുഴലിക്കാറ്റ്. രാജ്യത്ത് കനത്ത നാശമാണ് ചുഴലിക്കാറ്റ് വിതച്ചത്. ഇതേ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും 123 പേരാണ് മരിച്ചത്. 130 പേരെ കാണാതായിട്ടുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് അധികൃതരുടെ സൂചന. ഡിസംബർ 4 വരെ ശ്രീലങ്കയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. ഡിസംബർ 16 വരെ സ്കൂളുകളും അടച്ചിടും. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ കലയോയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് 69 പേർ ബസ്സിൽ കുടുങ്ങി. ബസ്സിൻ്റെ മുകളിൽ അഭയം തേടിയ യാത്രക്കാരെ 29 മണിക്കൂറിന് ശേഷമാണ് രക്ഷപ്പെടുത്തിയത്. കനത്ത മഴയിൽ വീടുകൾ നഷ്ടപ്പെട്ട 43,995 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. തലസ്ഥാന നഗരമായ കൊളംബോയിൽ നിന്ന് 300 കിലോമീറ്റർ കിഴക്കുള്ള ബദുള്ള, നുവാര, ഏലിയ എന്നീ തേയിലത്തോട്ടങ്ങളിൽ വ്യാഴാഴ്ച മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിച്ചിലിൽ 25ലധികം പേർ മരിച്ചു. നിരവധി പേരെ കാണാതായതായി അധികൃതർ പറഞ്ഞു. അതിനിടെ ചുഴലിക്കാറ്റ് കെടുതികളെ നേരിടാൻ ശ്രീലങ്ക ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട്. രക്ഷാദൗത്യത്തിനായി ഇന്ത്യൻ യുദ്ധക്കപ്പൽ INS വിക്രാന്തിൻ്റെ അടക്കം സഹായമാണ് ശ്രീലങ്കൻ സർക്കാർ തേടിയത്. INS വിക്രാന്തും വിമാനങ്ങളും അടക്കം വിട്ടു നൽകി സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ലങ്കൻ സർക്കാർ ഇന്ത്യൻ ഹൈക്കമ്മീഷന് കത്ത് നൽകി. സഹായവുമായി ഇന്ത്യൻ കപ്പലുകൾ ശ്രീലങ്കൻ തീരത്തെത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന ദൗത്യത്തിൽ ദുരിതാശ്വാസ സാമഗ്രികളാണ് എത്തിച്ചിരിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് രംഗത്തുണ്ട്. ശനിയാഴ്ച രാത്രിയോടെ ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലേക്ക് എത്തും. ചുഴലിക്കാറ്റ് ചെന്നൈക്ക് സമീപം കരതൊടുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തുടർന്ന് നഗരത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ചെന്നൈയിൽ നിന്ന് 490 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റ് കഴിഞ്ഞ രാത്രി നിലകൊണ്ടത്. മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗതയിലാണ് നിലവിൽ ചുഴലിക്കാറ്റ് സഞ്ചരിക്കുന്നത്. ദിത്വ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ മുന്നറിയിപ്പടക്കം നൽകിയിട്ടുണ്ട്. 4 ജില്ലകളിൽ റെഡ് അലേർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. ചെന്നൈയിലെ ജലസംഭരണികളിൽ നിന്ന് മുൻകരുതലിൻ്റെ ഭാഗമായി വെള്ളം തുറന്നുവിട്ടു. റെഡ് ഹിൽസ്, പൂണ്ടി, ചെമ്പരമ്പാക്കം എന്നീ ജലസംഭരണികളിൽ നിന്ന് സെക്കൻഡിൽ 200 ഘനയടി വെള്ളം തുറന്നുവിടുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു. തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് IMD മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാറൂർ, പുതുക്കോട്ടൈ, കടലൂർ, വില്ലുപുരം, ചെങ്കൽപ്പെട്ട് എന്നീ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഞായറാഴ്ച ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്തതോ അതിശക്തമായതോ ആയ മഴ പെയ്യുമെന്ന് IMD മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ഞായറാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് IMD മുന്നറിയിപ്പ് നൽകി. തീരത്തോടടുക്കുമ്പോൾ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്.